ഈ ഓവർ തിങ്കിങ് നമ്മുടെ ബ്രെയിനിനൊക്കെ അഫക്ട് ചെയ്യും. ചിലർക്ക് ഈ ഓവർ തിങ്കിങ് തലവേദന വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഓവർ തിങ്കിങ് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ പറയും, ഇപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ വരാൻ കുറച്ച് ലേറ്റായി, എന്തായിരിക്കും വരാൻ വൈകുന്നത്, എന്തായിരിക്കും ദൈവമേ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കാണുമോ, ഇതുണ്ടോ, ഇത് അനാവശ്യമായിട്ടുള്ള പാനിക് അറ്റാക്സ് വരെ നമുക്ക് ഉണ്ടാക്കും. സോ അതിന് എപ്പോഴും തന്നെ നമ്മുടെ ബ്രെയിനെ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും എഫക്ട് ചെയ്യാം. ഈ ഓവർ തിങ്ക് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഡോക്ടറിന് ഇപ്പൊ പറയാനായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ആ അവയർനെസ് തന്നെയാണ് ഏറ്റവും ആദ്യം വരുന്നത്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം വരണം. രണ്ടാമത്തേത് നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ പ്രസന്റ് മൊമെന്റിലോട്ട് നമ്മുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും വരുന്ന ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചിലവർ ഈ റബ്ബർ ബാൻഡൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നവരുണ്ട്, ചിലപ്പോൾ ദേഷ്യത്തിൽ കൈവച്ച് ചെമ്മരിൽ ഇടിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. ഓരോ വ്യക്തികളനുസരിച്ച് ഇതിൻ്റെ തലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് അത്ര ഡീപ്പായിട്ടുണ്ടാവില്ല, ചിലർ ഭയങ്കരമായിട്ട് വൂണ്ടഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ബെറ്റർ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഹായ്, ഞാൻ അശ്വതി. ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ലൈഫ് കോച്ചുമായ ഡോക്ടർ നിജ ബെന്നിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം അശ്വതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഒരു സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഒരു ലൈഫ് കോച്ചും കൂടിയാണല്ലേ? അതെ. എങ്ങനെയുണ്ട് ഈ ഒരു ജേർണി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു. ആക്ച്വലി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞ് സൈക്കോളജിയോടുള്ള പാഷൻ കൊണ്ട് മനഃശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയതാണ്. പഠിച്ചു വന്നപ്പോഴാണ് ആക്ച്വലി നമ്മളുടെയൊക്കെ ലൈഫിൽ മനസ്സിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരിലേക്കും എത്തിക്കണം. പൊതുവേ നമുക്കറിയാലോ, ഈ സൈക്കോളജിസ്റ്റിനെ പോയി കാണാൻ തന്നെ പൊതുവെ ഒരു സ്റ്റിഗ്മ ആൾക്കാർക്ക്. ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോയി മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സ്റ്റിഗ്മ കംപ്ലീറ്റ്ലി സൊസൈറ്റിയുടെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിലാണ് ഞാൻ ലീവ് ലൈഫ് എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങുന്നത്. ഒരു മൈൻഡ് സ്റ്റുഡിയോ കോൺസെപ്റ്റാണ് അത്. എല്ലാവർക്കും മനസ്സിനായിട്ട് വരാവുന്ന ഒരിടം. എന്തുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള റീസൺ? ഇപ്പൊ പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാൽ എന്തെങ്കിലും ഒരു റീസൺ ഇല്ല നമ്മളൊരു ഇങ്ങനത്തെ ഒരു കാറ്റഗറി നമ്മൾ എടുക്കത്തില്ലല്ലോ. ഇല്ല, ആക്ച്വലി ചെറുപ്പം തൊട്ട് മനഃശാസ്ത്രം പഠിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ മാനുവൽ ഉണ്ടാവും. അപ്പം മനുഷ്യൻ്റെ മാനുവൽ മാത്രം നമുക്ക് അറിയില്ല. അപ്പം ഞാൻ മനഃശാസ്ത്രം പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ മാനുവൽ അല്ലേ മനസ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. അതല്ലാതെ ഇപ്പോൾ ബാക്കി എല്ലാ സബ്ജക്ട്സും നമ്മൾ സ്കൂളിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ മാത്രം നമുക്കൊരു ഓപ്ഷൻ ഇല്ല. സോ ആ ഒരു സംഭവത്തിനൊരു ഉത്തരം കൊണ്ടുവരണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിച്ചു തുടങ്ങിയപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതായത് ഒരാൾ അവനവനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ, ഞാൻ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഡീപ്ലി, പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ജന്മത്തിൻ്റെ പർപ്പസ് തന്നെ ഇത് തന്നെയാണെന്ന്. കാരണം എൻ്റെ സോളിൻ്റെ പർപ്പസ് ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കത് ഡീപ്പായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഇതിലേക്ക് തന്നെ സ്വിച്ച് ചെയ്തു. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഈ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൗൺസിലിങ്ങിനെ കാണിക്കുന്നു പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, സൈക്കാട്രിസ്റ്റിനെ എനിക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കും. ആക്ച്വലി വട്ടുള്ളവരല്ലല്ലോ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത്. ഡോക്ടറിന് അതിനെ പറ്റി എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും. കാരണം മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒട്ടും അവെയറല്ല നമുക്ക്. പക്ഷേ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര അവെയറാണ്. കാരണം നമുക്കറിയാം ബോഡി ഫിറ്റായിട്ട് കീപ്പ് ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കംപ്ലീറ്റ്ലി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് വെച്ചാൽ, മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലി ഇച്ചിരി മെൻ്റൽ ഇൽനെസ്സിനെയാണ് മെൻ്റൽ ഹെൽത്തായിട്ട് നമ്മൾ കാണുന്നത്. ആക്ച്വലി മെൻ്റൽ ഇൽനെസ് ഉണ്ടോയെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ സൈക്കോളജിസ്റ്റിനെ പോയി കാണാവുള്ളൂ, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാവുള്ളൂ എന്നുള്ളൊരു തോട്ടാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ശാരീരിക ആരോഗ്യം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ ഓവറോൾ ലൈഫിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു നമ്മുടെ കരിയറിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്ക് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇതിനെല്ലാം നമ്മുടെ മൈൻഡിലുള്ള ആ ഇമോഷണൽ എനർജി വളരെ നല്ലതായിരിക്കണം. അപ്പോൾ അതുകൊണ്ടൊരു മെൻ്റൽ ഇൽനെസ് വരുമ്പോൾ മാത്രമല്ല സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മളെക്കുറിച്ച് അറിയാനും നമ്മൾ ഒരു അടുത്ത തലത്തിലേക്ക്, ഒരു ഗ്രോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇടയ്ക്ക് മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ പോയി കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
ഇന്നത്തെ ലൈഫിൽ മെന്റൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടന്റ്? ആക്ച്വലി പണ്ടത്തെ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല ഇപ്പോഴത്തെ. വർക്ക് സ്ട്രെസ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്ട്രെസ് ആയാലും ഫാമിലി പ്രശ്നമായാലും ഒത്തിരി സ്ട്രെസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ മെന്റൽ ഹെൽത്ത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രാധാന്യം ഇന്ന് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. നമുക്കറിയാം ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതൊരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇപ്പം ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഹൈ എക്സ്പെക്റ്റേഷൻസ് അവരുടെ ലൈഫിൽ. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പം ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ, അപ്പം ആ ഒരു ലെവലിൽ വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ ലോകത്ത് ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാവരും എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാം. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഡ്രീംസും അത്രയും ഹൈയാണ്. അപ്പം തന്നെ ഹൈ എക്സ്പെക്റ്റേഷൻസിൽ എല്ലാവരും ജീവിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാവരുടെ മനസ്സിനും ഉണ്ട്. എപ്പോഴും എൻ്റെ ജീവിതം അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ യൂത്തിൽ എല്ലാവർക്കും മോസ്റ്റ്ലി വരുന്നതാണ് ഈ സ്ട്രെസ്സാണ്, ആൻസൈറ്റി ആണെന്നൊക്കെ. അത് എന്തുകൊണ്ടായിരിക്കും റീസൺ? മോസ്റ്റ്ലി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഹൈ എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും ടോപ്പ് ആവണം, എല്ലാം കിട്ടണം. ഇപ്പം തന്നെ നമ്മളൊരു ഒരു ഒരു റീല് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റീല് വൈറലാവണമെന്നല്ല എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? അല്ലെങ്കിൽ ഒത്തിരി കമൻസ് കിട്ടണം. ഒരു ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളെല്ലാവരും ജീവിക്കാനായിട്ട്. അപ്പോൾ റിയൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹൈലി എക്സ്പെക്റ്റേഷൻസ് നമുക്ക് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഒരു കരിയറിനെ കുറിച്ചൊക്കെ ഭയങ്കരതായിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി അല്ലേ ഇപ്പം. അതായത് നമ്മുടെ ജോലി, അതിനൊരു ഉറപ്പില്ല നമുക്ക് എത്ര നാൾ ആ ജോലി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജോബ് സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ജോലി ചെയ്ത് എനിക്ക് എന്ത് സാലറി കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാവരും തിരക്കാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇമോഷണലി നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്ക് ആർക്കും ഇല്ല. അപ്പൊ ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൂടുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഭയങ്കര സ്ട്രെസ്സും അതിന് മെന്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാണ് അവരുടെ. ഇപ്പൊ ഈ സ്ട്രെസ്സും ആൻസൈറ്റി എന്നൊക്കെ ചുമ്മാ ഒരു വേർഡാണ് ചിലവർ പറയും. പാരന്റ്സ് ഒക്കെ പറയും എനിക്ക് എന്തോ ഇത്ര സ്ട്രെസ്, എന്തോ ഇത്ര ആൻസൈറ്റി, നമ്മളാണ് ഫാമിലി നോക്കുന്നത്. പക്ഷെ ആക്ച്വലി അവരുടെ പാരന്റ്സ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അവരുടെ മക്കൾക്കും ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കാണും. അത് ജസ്റ്റ് ഒരു വേർഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഡോക്ടറിന്? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പം ഈ സ്ട്രെസ്സും ആയാലും ആൻസൈറ്റി ആണെങ്കിലും നമ്മളുടെ ഒരു ആഗ്രഹം അനുസരിച്ച് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ അപ്പോൾ ഈ പറഞ്ഞ ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതെന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ള നമ്മുടെ മനുഷ്യൻ്റെ ഇമോഷൻസിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിലാണ് അത് ഡീപ്പായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് ഷിഫ്റ്റായി പോകുന്നത്. അതെ. ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും വരുന്ന ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ചിലവർ ഈ റബ്ബർ ബാൻഡൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നവരുണ്ട്. ചിലപ്പോൾ ദേഷ്യത്തിൽ കൈവച്ച് ചെമ്മരിൽ ഇടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. അപ്പം ഡോക്ടർക്ക് വന്നിട്ടുള്ള പേഷ്യൻസ് എങ്ങനത്തെ ഉള്ളതായിരുന്നു ഇങ്ങനെ സ്ട്രെസ്സും ആൻസൈറ്റിയും വരുമ്പോൾ? അല്ല, ആൻസൈറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കൊരു ഉറപ്പില്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആയി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിപ്രസീവ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ പാസ്റ്റിലുണ്ടായ പല പല ഇമോഷണൽ വൂൺസ് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഫീലിംഗ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഓരോ വ്യക്തികളനുസരിച്ച് ഇതിൻ്റെ തലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് അത്ര ഡീപ്പായിട്ടുണ്ടാവില്ല, ചിലർ ഭയങ്കരമായിട്ട് വൂണ്ടഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ബെറ്റർ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഞാൻ പറയട്ടെ, ഈ മനസ്സിന് എന്തെങ്കിലും വേദന വന്നാൽ നമ്മൾ പൊതുവേ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഇപ്പോഴത്തെ ആ ഒരു ഷോക്കിൽ നിനക്ക് തോന്നുന്ന ഫീലിംഗാണ്, അത് കുറച്ച് പീരീഡ് നീ കൊടുത്താൽ മതി, അതങ്ങ് തന്നെ ഹീലാവുന്നു. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വൺസ് നമുക്ക് ലൈഫിൽ വരുന്ന വൂണ്ടഡ് ഒന്നും ആ വൂൺസ് ഒന്നും അങ്ങനെ നമ്മൾ ഹീലാവുന്ന ഒരു സംഭവമല്ല, വെറുതെ അങ്ങ് മാറിപ്പോവില്ല. നമ്മൾ മറ്റുള്ള ഇപ്പം ഫിസിക്കലി നമുക്ക് വരുമ്പം ഇപ്പം നമ്മുടെ കൈയൊന്നൊടിഞ്ഞാൽ കാലൊന്നൊടിഞ്ഞാൽ നമ്മളത് വെച്ചോണ്ടിരിക്കുമല്ലോ, തന്നെ അത് ഹീലാവുമെന്ന് ഓർത്തിരിക്കില്ല. നമ്മൾ പോയി ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിനും ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എടുക്കണം. ട്രീറ്റ്മെൻറ്റ്സ് എന്നല്ലുപരി നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യണം. അത് നമ്മുടെ ഒരു കുറവാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പലപ്പോഴും ഈ മനസ്സിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരാളുടെ സപ്പോർട്ട് ചോദിച്ചു എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സോ ഞാൻ എന്തോ ഒരു കുറവുള്ള ആളാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ റിയാലിറ്റി അതൊരു കുറവല്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു
ഒരു നല്ല മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ അവനവൻ ഒരു പെയിനിലിരിക്കുമ്പോൾ അതിനെ ഹീൽ ചെയ്ത് പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം വരെ ഉണ്ടാവും. സോ അത് നമ്മളുടെ ഒരു ഗുണമായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് വരണം. ഇപ്പം അതുപോലെ തന്നെ ഒരു വേർഡായിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പം കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കപ്പിൾസിന്റെ ഇതിലേക്ക് നീ ഭയങ്കര ഓവർ തിങ്കാ, നീ ഭയങ്കര ഓവർ തിങ്കാ, നീ ഇങ്ങനെ കാട് കീറി ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഈ ഓവർ തിങ്കിങ് ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? അത് നമ്മളെ മെന്റൽ ഹെൽത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും. കാരണം ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ച് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ആലോചിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്തുള്ള എല്ലാ വരാവുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് കറക്റ്റ് സൊല്യൂഷനിലോട്ട് എത്തും എന്നാണ് പൊതുവെ ആൾക്കാരുടെ ചിന്ത. നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ട് വേണം അതിന് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ. പക്ഷെ ചിന്തിക്കും തോറും നമുക്ക് എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആൻഷ്യസ് ആവും. ആൻഷ്യസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തെടുത്തായിരിക്കും. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങളാവാം. പക്ഷെ ആ തെറ്റായ തീരുമാനങ്ങളിലൂടെ നമുക്ക് ചിലപ്പോൾ ചില എക്സ്പീരിയൻസ് കിട്ടാം. അതുകൊണ്ടായിരിക്കാം ഭാവിയിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. സോ അങ്ങനെ തീരുമാനങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളതിൽ സ്റ്റക്കായി നിൽക്കാതെ ജസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. എന്നിട്ട് നമ്മളിപ്പം ചിലപ്പം നന്നാവാം, ചിലപ്പം മോശമാവാം, പക്ഷെ അതാണ് ലൈഫ്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക കൺഫ്യൂസ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം തന്നെ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇതാണോ അതാണോ എന്നുള്ളത് തന്നെ ഒത്തിരി നമ്മൾ തിങ്ക് ചെയ്യും. ഇതെനിക്ക് ചേരുവോ, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ കിട്ടുമോ, എപ്പോഴും അങ്ങനെ ഒരു തോട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കരമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അത്. പക്ഷെ അതിൽ നിന്ന് മാറി വരണം എന്നുള്ളതാണ്. അപ്പം ഞാനിത് ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളൊരു അവയർനെസ് തന്നെ നമുക്ക് ആദ്യം വരണം. എന്നാലാണ് നമുക്ക് അതിനകത്തൊരു സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഈ ഓവർ തിങ്കിങ് നമ്മുടെ ബ്രെയിനിനൊക്കെ അഫക്ട് ചെയ്യും. ചിലർക്ക് ഈ ഓവർ തിങ്കിങ് തലവേദന വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഓവർ തിങ്കിങ് കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ പറയും, ഇപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ വരാൻ കുറച്ച് ലേറ്റായി, എന്തായിരിക്കും വരാൻ വൈകുന്നത്, എന്തായിരിക്കും ദൈവമേ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കാണുമോ, ഇതുണ്ടോ, ഇത് അനാവശ്യമായിട്ടുള്ള പാനിക് അറ്റാക്സ് വരെ നമുക്ക് ഉണ്ടാക്കും. ഇത് കൂടുതലായിട്ട് ആലോചിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കരുതെന്ന് പറയുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ പണ്ട്. എന്ന് പറയുന്ന പോലെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ റിലേഷൻഷിപ്പിലാവാം, കരിയറിന്റെ കേസിലാവാം. ഇനിയിപ്പോൾ നമ്മളൊരു ഇവന്റിന് പോവുക, നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും നമ്മളെ പ്രസന്റ് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ അവിടെ കാണിക്കാൻ പറ്റില്ല. സോ അതിന് എപ്പോഴും തന്നെ നമ്മുടെ ബ്രെയിനെ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും എഫക്റ്റ് ചെയ്യാം. ഞാൻ റീൽസിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഓവർ തിങ്കിങ് മെൻസിനെക്കാട്ടും കൂടുതലുള്ളത്. അതൊരു 90% വുമൻസിനാന്നാ കേട്ടിട്ടുള്ളത്. അത് ശരിയാണ്? എന്തുകൊണ്ടായിരിക്കും വുമൻസിന് അങ്ങനെ ഒരു ഓവർ തിങ്കിങ് കൂടുതലായിട്ടുള്ളത്? ഓവർ തിങ്കിങ് എന്ന് പറയുമ്പം അത് ജെൻഡർ വൈസ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ആളുകളെ. കാരണം സ്ത്രീകൾ കുറച്ചും കൂടി ഇമോഷണൽ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എല്ലാ കാര്യങ്ങളിലും കുറച്ചധികം ചിന്തിക്കും. അത് ചില ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചധികം ചിന്തിക്കും. ഇപ്പൊ ഈവൻ ഒരാൾ ട്രീറ്റ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ തന്നെ നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്ത്രീ ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് അതിന്റെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം വിമന്റെ കൂടുതൽ ഒരു ഓവർ തിങ്കിങ് ഇത് പറയാം. ഈ ഓവർ തിങ്ക് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഡോക്ടറിന് ഇപ്പൊ പറയാനായിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ആ അവയർനെസ് തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം വരണം. രണ്ടാമത്തേത് നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ പ്രസന്റ് മൊമെന്റിലോട്ട് നമ്മുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി നേരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എവിടെ ഇരിക്കണല്ലോ, ഇപ്പം എൻ്റെ അടുത്ത് എന്ത് സാധനം ഇരിക്കണേ, ഇങ്ങനെ നമ്മുടെ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ആക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ റൈറ്റ് യുവർ തോട്ട്സ്. ഇപ്പം എൻ്റെ ബ്രെയിനിൽ വരുന്ന തോട്ട്സ് എല്ലാം ഞാനൊന്ന് എഴുതുമ്പോൾ തന്നെ കുറച്ചു നേരം തോന്നുന്ന ചിന്തകളെല്ലാം നമ്മളൊരു പേപ്പറിലേക്ക് എഴുതിയാൽ തന്നെ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും. സോ ജേർണലിങ് നമ്മൾ വെറുതെ ഇപ്പം എല്ലാവരും ഒരു ഫാഷന് വേണ്ടി ജേർണലിങ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും ജേർണൽ മേടിച്ച് വെക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. എനിക്ക് ജേർണലുണ്ട്. ഇപ്പം കുട്ടികൾ തന്നെ, സ്കൂൾ കുട്ടികൾ തന്നെ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാ കുഞ്ഞു കുട്ടികളുടെ അടുത്ത്, ഞാൻ പറഞ്ഞത് ഒരു ഹൈസ്കൂൾ ആ ഒരു കുട്ടികളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ ജേർണലിങ് ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷെ അത് എത്ര ദിവസം അവർ ചെയ്യുന്നുണ്ടെന്നോ അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടാ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ റൈറ്റ് യുവർ തോട്ട്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരുപാട് ചിന്തകളിൽ അതിൽ നല്ലതും ചീത്തയുണ്ടാവും. എന്താണെങ്കിലും അത് പേപ്പറിലേക്ക് അങ്ങ് എഴുതുക. കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറെ ക്ലെൻസ് ഔട്ട് ആവും.
ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി വെക്കും എന്നിട്ട് അതെടുത്ത് കളയും, അങ്ങനത്തെ ഒരു സംഭവം. അതിലെ നായകൻ ആ പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഈ എഴുതുന്നത് നമ്മളെ മെന്റൽ ഹെൽത്തിന് നല്ലതാന്ന് പറഞ്ഞത് ശരിയാണോ? പുള്ളിക്കാരി ഇതുപോലെ ഓവർ തിങ്കോ എന്തോ സംഭവമാണ്, തമിഴ് മൂവിയാണ്. അവരിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എഴുതും അന്ന് നടന്ന സംഭവം ഇങ്ങനെയാണെന്ന് എഴുതും, എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി അവിടെ വേസ്റ്റ് ബോക്സിൽ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അല്ല, അതിൽ രണ്ട് കാര്യമാണ്. ഇപ്പം ഒന്ന് ചുരുട്ടിക്കളയാന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് എഴുതിയ കാര്യം മറ്റൊരാൾ വായിക്കാതിരിക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ ആ എഴുതിയ സാധനത്തിനെ നശിപ്പിക്കുന്നതിന് വേറൊരു പോയിന്റും കൊണ്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഒരുപാട് വന്ന പെയിനാണ് നമ്മളൊരു പേപ്പറിലോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചുരുട്ടിക്കൂട്ടി അല്ലെങ്കിൽ ടിയർ ചെയ്ത് അല്ലെങ്കിൽ കത്തിച്ച് കളയുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഇമോഷണൽ ക്ലെൻസിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പെയിന് നമ്മൾ അനുഭവിച്ച അതേ ഇന്റൻസിറ്റിയിൽ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് നമ്മുടെ മുമ്പിൽ അത് കത്തിത്തീരുന്നതായിട്ട് കണ്ടാൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ക്ലെൻസിങ്ങിന് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയും എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എപ്പോഴും ഒരു പ്രൈവറ്റ് അവർക്ക് ഒരു ജേർണൽ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ചിലപ്പം ആളുകളൊക്കെ എടുത്ത് വായിച്ചെന്നൊക്കെ ഇരിക്കും. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്ര പെയിൻഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ടിയർ ചെയ്ത് കളയാം. പക്ഷെ എന്നാൽ പോലും അത് നമ്മൾ എഴുതിയിട്ടങ്ങ് കളയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു മെന്റൽ ക്ലെൻസിങ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ. ഈ ഓവർ തിങ്ക് കാരണം പല റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഓവർ തിങ്ക് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഈ ബ്രേക്കപ്പ് ആക്കാൻ റീസൺ ആക്കുന്ന ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. കൂടുതലായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് ചിലപ്പോൾ മേ ബി ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താണ് എന്നെ വിളിക്കാത്തത്, അല്ലെങ്കിൽ എപ്പോഴും അന്നൊക്കെ എത്രയും വിളിച്ചതായിരുന്നല്ലോ ഇപ്പൊ വിളിക്കാത്ത എന്താ. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് കൂടും. ഈ അറ്റാച്ച്മെന്റ് കൂടി 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 നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അവിടെ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത സ്ട്രെസ് അനുഭവപ്പെടും. അത് റിലേഷൻഷിപ്പിനെ നമ്മളെ തന്നെ ബ്രേക്ക് ഡൗൺ ആക്കി കളയും. അത് റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയല്ല, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് ഈ ഓവർ തിങ്കിങ് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മളെ ആൻഷ്യസ് ആക്കി കളയും. നമ്മൾ ഒരാളെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുമ്പോൾ അത് തന്നെയല്ല, നമ്മുടെ ഒരു സെൽഫ് ഐഡന്റിറ്റി തന്നെ നമ്മളവിടെ മറന്നു പോകും. അതാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരാളായിരിക്കും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഒരാളെ കുറിച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അയാളുടെ കോള് വരണം, അയാളുടെ കൂടെ പുറത്ത് പോകണം, നടക്കണം. പക്ഷെ ആളതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അയാൾ ആ മാറ്ററെ ഓവർ തിങ്ക് ചെയ്യുന്നില്ല. പക്ഷെ ഒരാളിൽ നിന്ന് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കുറെ കഴിയുമ്പോഴത്തേക്കും അയാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോവും. അപ്പൊ ഓവർ തിങ്കിങ് എപ്പോഴും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്കത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ. ഇപ്പം സോഷ്യൽ മീഡിയ ആൾക്കാർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരാള് പോലും ഇൻസ്റ്റ റീൽസ് നോക്കാതെ ഒരു ദിവസം പോലും ഇല്ല. ഇത് നമ്മുടെ ലൈഫിൽ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ടോ ഈ സോഷ്യൽ മീഡിയ നോക്കുന്നത്? തീർച്ചയായിട്ടും. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിന് നമുക്ക് എടുക്കുവാണെങ്കിൽ അതൊരു യൂണിവേഴ്സിറ്റിയാണ്. പോസിറ്റീവ് സൈഡാട്ടോ ഞാൻ ആദ്യം പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്നോ അറിയണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ടീച്ച് ചെയ്യുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടീച്ചറെ നോക്കിയിട്ട് നമ്മൾ അത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒത്തിരി പേര് ഒരേ കാര്യത്തെക്കുറിച്ച് പല രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഒരാളിലേക്ക് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമ്മളത് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്യും. അപ്പോൾ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്തിനെ കുറിച്ച് പഠിക്കാനുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നല്ല ഗുരുക്കന്മാരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ എല്ലാത്തിനെ കുറിച്ച്. ഇച്ചിരി അറിയാമെങ്കിലും നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ പോയി സംസാരിക്കാം. അങ്ങനെയുള്ള അറിവുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഉള്ള ഇത് കളയുള്ളൂ. പക്ഷെ അല്ലാതെ നമ്മൾ നല്ല ടീച്ചേഴ്സിനെ മെന്റേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണം കിട്ടും. അപ്പം നമ്മളെ ഒന്ന് കുറച്ചും കൂടെ ഒക്കെ വല്ല പുതിയൊരു സ്കില്ല് പഠിക്കാനും. ഇനി അത് തന്നെയല്ല, സോഷ്യൽ മീഡിയയിൽ വേറെ ഏറ്റവും വലിയൊരു ഗുണം പണ്ടൊക്കെ ബിസിനസ് ഇൻഡസ്ട്രിയിലാണ്. പണ്ടൊക്കെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റൂം റെന്റ് ഔട്ട് എടുക്കണം, ആൾക്കാരെ ഹയർ ചെയ്യണം. ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞു റൂമിൽ പോലും നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കല ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് പണ്ടൊരു പ്ലാറ്റ്ഫോം കിട്ടണം നമ്മളുടെ കഴിവുകളെ നമുക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ റൂമിൽ ഇരുന്നാലും നമുക്ക് പാടാൻ അറിയാമെങ്കിൽ പാടാം, ഡാൻസ് ചെയ്യാം. ഫോട്ടോസ് എടുക്കണമെങ്കിലും പണ്ട് ഇപ്പൊ നമ്മൾ നല്ലൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറെ വെച്ച് ചെയ്യണമെങ്കിൽ ഭയങ്കര റേറ്റ് ആണ്, ഇവന്റും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഫിൽറ്റേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സോ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ പോരാത്തിന്റെ ഫേമസ് ആകാൻ പറ്റും, ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങൾ ഒരു സൈഡിലുണ്ട്. ദെൻ ഇതിന്റെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമ്മൾ എത്ര ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും നമ്മൾ മറ്റൊരാളുടെ ഗ്രോത്ത് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. അതായത് ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിൽ നമ്മൾ നല്ല ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹത്തോടെ നടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, യാത്ര റീലാണ്. ആ റീലാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ തോന്നുന്നു ഓ ഇതൊക്കെയാണ് റിയൽ, പക്ഷെ എനിക്ക് കിട്ടിയേക്കുന്നത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പം എപ്പോഴും നമ്മുടെ ലൈഫ്, അതിപ്പോൾ അക്കാഡമിക്കലി ആണെങ്കിലും നമ്മളുടെ ഫാഷൻ സെൻസിനെ ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ പാരൻസ്, എല്ലാത്തിനെയും വെച്ച് നമ്മൾ ഈ കമ്പാരിസൺ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ റിയാലിറ്റിന്ന് വിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പം ഗുണത്തെക്കാളേറെ ദോഷമാണ് കൂടുതൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനെ ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുപോയാൽ ഉണ്ടല്ലോ നമുക്കത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു തിരിച്ചറിവ് നമ്മളിപ്പോ ഫോൺ സ്ക്രോൾ ചെയ്ത് എത്രയോ മണിക്കൂർ നമ്മൾ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് അതിനൊരു മാസ്മരികതയുണ്ട്. ഈവൻ നമ്മളിപ്പോ സംസാരിക്കുന്ന കണ്ടന്റ് നമ്മുടെ വൈഫൈ ഓൺ ആണെങ്കിൽ ആ കണ്ടന്റ് റിലേറ്റഡ് ആയിരിക്കും പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. ഒരാളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ എല്ലാം ബ്രേക്ക് ഡൗൺ റിലേറ്റഡ് കണ്ടന്റ്. അത് എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്നുണ്ട്, നമ്മളിപ്പോ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പീരീഡ്സ് ആണെങ്കിൽ പീരീഡ്സിന്റെ ഒരു റീലായിരിക്കും നമുക്ക് വരുന്നത്. നമ്മളിപ്പോ ആളുമായിട്ട് വഴക്കിട്ട് നിൽക്കുവാണെങ്കിൽ അങ്ങനെ, നമ്മളൊരു മെന്റൽ സ്ട്രെസ്സിലാണെങ്കിൽ അപ്പൊ ഒരു റീല് വരും, സൂയിസൈഡ് ആണ് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടോക്സിക് ആയിട്ട് ഒരു റീല് നമുക്ക് വരികയും ചെയ്യും. അതെന്തുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് മനസ്സിലാക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണോ നമ്മൾ വിചാരിക്കും. അല്ല, നമ്മളുടെ ഒരു സെർച്ച് ചെയ്യുന്ന അതാ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അൽഗോരിതം ഉണ്ടല്ലോ. നമ്മളിപ്പം എന്തിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ വോയിസ് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ചില ഫോൺസിൽ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും മെന്റൽ മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇനി ഇൻസ്റ്റ തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ നമ്മുടെ ഫോണിൽ എല്ലാവരുടെയും മൊബൈൽ ഡേറ്റ, വൈഫൈ എല്ലാം ഓണാ. അപ്പൊ പിന്നെ നമുക്ക് സത്യം പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഇല്ല. നമ്മളിപ്പോ സംസാരിച്ചാൽ അത് ഡിക്റ്റഡ് ആയിട്ട് അത് റിലേറ്റഡ് കണ്ടന്റ് വരും. അപ്പൊ ശരിക്കും പ്രപഞ്ചത്തിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന പോലെയാ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ പിന്നെ നമ്മൾ തിരയുന്ന മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. പക്ഷെ അതൊക്കെ ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കണ്ടന്റ്സ് വരുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും അയ്യോ ഭയങ്കരമായിട്ട് ഡീപ്ലി നമ്മളെ വീണ്ടും വൂണ്ടഡ് ആക്കും. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം ഒരു 1 hour കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയക്ക് ഡെയിലി നമ്മൾ കൊടുക്കരുത്. ഈവൻ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമാണെങ്കിൽ പോലും അത് ഏത് മെന്ററിനെയാണോ ആ മെന്ററിനെ പിക്ക് ചെയ്തിട്ട് അവരുടെ ക്ലാസ്സുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ അതിലങ്ങ് ഡീപ്പായിട്ട് ഡൈവ് ആയി പോകും, നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. അതിലും കൂടുതൽ ഇൻഫർമേഷൻ ഓവർലോഡ് ആയി പോകും. അത് നമ്മുടെ ബ്രെയിനിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല മഞ്ഞത്തേക്കൂടെ വണ്ടി ഓടിക്കുന്ന പോലെ മുമ്പിൽ റോഡാണോ പൊക്കെയാണോ എന്ന് അറിയാൻ പറ്റാത്തതുപോലെ ഭയങ്കരമായിട്ട് നമുക്കൊരു മെന്റൽ ഫെറ്റിക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതുകൊണ്ട് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ബെറ്റർ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ട് ലൈഫ് ഇതായിട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഇന്ന് എവിടെയെങ്കിലും പോകണം കറക്റ്റ് ടൈമിന്, അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം എടുക്കുക, ഒരു റീൽസ് കാണുക. നമ്മൾ ചിലപ്പോൾ വേറെ കാര്യത്തിനായിരിക്കും ഫോൺ എടുത്ത്, പക്ഷെ നമ്മൾ മൈൻഡ് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ ഒരു ടൈം വേസ്റ്റ് ആവുന്നു അവിടെ. അതുകൂടി നമ്മൾ ലേറ്റ് ആവുന്നൊരിടത്ത് പോകുന്നു, ആ ലേറ്റ് ആയി നമുക്ക് അവിടെ വഴക്ക് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? അഡിക്ഷൻ എന്ന് പറയുമ്പം കുറയ്ക്കാന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കംഫർട്ടും സുഖവും തരുന്ന കാര്യങ്ങളിലേക്ക്, നമ്മളിപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണാനായിട്ട് സീരീസ് ആണെന്ന് വിചാരിച്ചോ, മണിക്കൂറുകൾ ഇരുന്ന് നമുക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യാൻ പോകാന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ബോഡിക്ക് പെയിനാണ് വരുന്നത്. അപ്പോൾ അത് ബ്രെയിൻ നമ്മൾ അനുവദിക്കില്ല. അപ്പം ബ്രെയിനിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കംഫർട്ടോ സുഖമോ കിട്ടുമെങ്കിൽ മാത്രമാണ് ഇത് നമ്മളെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത്ര എൻജോയ്മെന്റ് ഉണ്ട്, നമ്മൾ അവിടെ ഇരുത്തും. അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടെന്നും ആദ്യം മനസ്സിലാക്കുക. പിന്നെ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്കിപ്പോൾ അറിയാലോ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ടൈമിങ് സെറ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ ഒരു ടൈമിങ് ഇപ്പം തന്നെ ഞാൻ പറയാം, ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൈറ്റ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു 8 to 8:30 ആണ് എനിക്ക് സോഷ്യൽ മീഡിയ നോക്കാനുള്ള ടൈം കൊടുത്തേക്കുന്നെങ്കിൽ ആ 8 to 8:30 അത് അൺലോക്ക് ആയാൽ മതി. അല്ലാത്ത സമയത്ത് അത് ലോക്കാക്കി ഇടുക, നമ്മുടെ പ്രൊഫൈൽസ് അങ്ങനെയൊക്കെ ഉള്ള നമ്മളെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിങ് മാത്രം നമ്മളത് കണ്ടാൽ മതി. അല്ലാത്ത സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റണ്ട, നമ്മുടെ തന്നെ ഓൺ ഫോണിൽ. അപ്പം തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാൻ. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക.